തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ തുടരും എന്ന ചിത്രം തിയേറ്ററുകളിൽ ഹിറ്റടിച്ചു മുന്നേറുകയാണ്. സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുന്നുവെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഫാമിലി ഡ്രാമ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മോഹൻലാലും ശോഭനയും 15 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നുവെന്നത് ആരാധകരെ ഏറെ ആവേശത്തിലാഴ്ത്തിയ ഘടകമാണ്. മികച്ച പ്രതികരണങ്ങൾ എത്തിയതിന് പിന്നാലെ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉയർന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷനും കുത്തനെ ഉയരാനാണ് സാധ്യതയെന്ന് അനലിസ്റ്റുകൾ പറയുന്നു. ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ റിലീസിന് ശേഷം 1 മണിക്കൂറിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിൽക്കുന്ന മലയാള ചിത്രമെന്ന റെക്കോർഡ് തുടരും സ്വന്തമാക്കി കഴിഞ്ഞു. സിനിമയിലെ ശോഭനയുടെ പ്രകടനത്തിനും കയ്യടികൾ ഉയരുന്നുണ്ട്. ലളിത എന്ന കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാളികൾക്കൊപ്പം തമിഴർ അടക്കമുള്ള മറുഭാഷാ സിനിമാ പ്രേമികളും ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു. ആക്ഷൻ മൂവിയായ എമ്പുരാനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയിലേക്കുള്ള കടന്നുവരവിൽ ആരാധകർ ഏറെ സംതൃപ്തരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എമ്പുരാന് വലിയ രീതിയിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകരിലേക്ക് എത്തിയത്. ബോക്സ് ഓഫീസ് നേട്ടത്തിന് തുടക്കമിട്ട ചിത്രത്തിന് റിലീസിന് മുൻപ് തന്നെ OTT ഡീൽ ഉറപ്പിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോഴത്തെ ടിക്കറ്റ് വിൽപ്പനയിൽ റിലീസ് ദിനത്തേക്കാൾ വലിയ പ്രകടനമാണ് രണ്ടാം ദിനം ചിത്രം കാഴ്ചവെച്ചിരിക്കുന്നത്. റിലീസ് ദിനത്തിൽ ബുക്ക് മൈ ഷോയിലൂടെ ചിത്രത്തിന്റെ 4.3 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. എന്നാൽ രണ്ടാം ദിനം അത് 4.34 ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ബോളിവുഡ് ചിത്രം കേസരി ചാപ്റ്റർ 2 ഇതേ ദിനം വിറ്റുപോയിരിക്കുന്നത് 1.37 ലക്ഷം ടിക്കറ്റുകളാണ്. അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി 25,570 ടിക്കറ്റുകളാണ് വിറ്റത്. രജപുത്രയുടെ ബാനറിൽ M രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, ഷഫീഖ് വിബി എന്നിവർ ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.